ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ കമ്മലുമില്ല മാലയില്ലാണ്ടൊക്കെ വന്നിരിക്കുന്നതിനാണ്. ഇത് ഞാൻ കാണിക്കാൻ പോകുന്നതുണ്ടല്ലോ എൻ്റെ ഈ കമ്മലിൻ്റെ കളക്ഷൻസ്, മാല അങ്ങനെ വലിയ രീതിയിലൊന്നുമില്ല. നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. സാധാരണയായിട്ട് ഞാൻ ഇടുന്ന ഒരു കുഞ്ഞ് സ്റ്റെഡും ഒരു കുഞ്ഞു മാലയാണ്. എല്ലാ വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഞാൻ അങ്ങനത്തെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് കുറച്ച് കമ്മലും മാലയൊക്കെ കൊണ്ടു തന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ള പൈസയുടെ അല്ല കേട്ടോ, ചുമ്മാ ഈ മുത്തുമാലയൊക്കെ ആ ടൈപ്പ് അങ്ങനത്തെ എനിക്ക് കുറച്ച് കൊടുത്താൽ. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഞാനാണെങ്കിൽ എല്ലാം തന്നെ ഷോർട്ട് വീഡിയോ അല്ലേ എടുക്കണേ, ചുമ്മാ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെ കാണിച്ചു തരാം. വാട്ടോ വീഡിയോയിലോട്ട് വാ. പിന്നെ ഇനി അടുത്തതാട്ടോ, ഇതുണ്ടോ ഇങ്ങനെ ഒരു ബ്ലാക്കിൽ ഉള്ളിലിങ്ങനെ മിററിൻ്റെ ടൈപ്പ് വന്നേക്കും, അതിന് ചുറ്റും ഇങ്ങനെ ബ്ലാക്ക് കേട്ടോ. ഇതുണ്ടോ, അതും മിററിൻ്റെ ടൈപ്പ് കേട്ടോ. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആനപ്പതക്കാണ്. ആനപ്പതക്കമൊന്നുമില്ല, ഇത് നൈസാട്ടോ. ഇടാൻ പറ്റാവുന്നവർക്ക് നല്ല നല്ല രസമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവളാ എനിക്കിങ്ങനെ ഓരോന്നിടത്ത് തന്നെ കേട്ടോ. ഇതുണ്ടോ, നല്ല രസമുണ്ട്. ഇതാണ് ഇടാവുന്നവർക്ക് നന്നായിട്ട് ചേരും. അതായത് നല്ല വിടർന്ന ഫേസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കമ്മൽ നന്നായിട്ട് ചേരും. എനിക്ക് എത്രത്തോളം ഇത് നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലതാണോ? ഇനി അടുത്തത് കണ്ടോ, ഇത് കണ്ടോ കമ്മലുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, റെഡ് സ്റ്റോൺ വെച്ചിട്ട് ചുറ്റിനും ഇങ്ങനെ വൈറ്റ് സ്റ്റോൺ ആട്ടോ വന്നേക്കണം. നല്ല ഭംഗിയുണ്ട്. സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് നല്ല ഭംഗിയായിരിക്കും. ഫങ്ഷൻസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡ് സാരി അല്ലെങ്കിൽ ഒരു സിൽവർ കളറുള്ള സാരിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിനനുസരിച്ചൊരു മാലയുണ്ട്. എടി ആ മാല എന്നിട്ടെന്നേടി ഇത് കണ്ടോ കേട്ടോ. ഈ മാല കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാനിതൊന്നും ഉപയോഗിക്കത്തൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണേ ഫങ്ഷൻസൊക്കെ വന്നാൽ ഇടാം, അത്രയേ ഉള്ളൂ. സാരിക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാണണം. ഒരു കുഞ്ഞ് ഫോണിലാണ് ഈ വീഡിയോ മുഴുവൻ പിടിക്കുന്നത്, അതുകൊണ്ട് എത്രത്തോളം ഇത് പോസിബിളാണെന്ന് എനിക്കറിയില്ല. കാണാമോ? ഓക്കേ, ഞാൻ അടുത്തതിലോട്ട് പോകാട്ടോ. നമുക്ക് കാണിച്ചു തരാം, ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അടുത്തത് കാണുന്നത് ഇതുണ്ടോ കമ്മൽ. ഇതുണ്ടോ അടുത്തത് ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ഇത് അതുപോലത്തെ ഇങ്ങനെ വന്നിട്ട് കാണാൻ പറ്റും. അയ്യോ, ഇത് ഭയങ്കര വലുതാണ് കേട്ടോ സംഭവം. ഇങ്ങനെ എന്തുവാ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. കേട്ടോ കേട്ടോ, നല്ല ഭംഗിയില്ലേ പാട്ടം. ഇനി അടുത്തതിലോട്ട് പോകണം. ഇതുണ്ട് അടുത്തത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആയിട്ടോ വന്നേക്കണേ. ഇതുണ്ട് നല്ല ഭംഗിയുണ്ട്. ഒരു ബ്ലാക്ക് സ്റ്റോൺ ഇങ്ങനെ ഫുള്ളിങ്ങനെ നിറച്ചേക്കുക. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഓരോരോ ടേസ്റ്റ് അല്ലേ. ഇതുണ്ടോ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കറുത്ത സാരി അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ നന്നായിട്ട് ചേരും ഈ ഒരു കമ്മൽ. അല്ലോ, അടുത്തത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിട്ട് പുള്ളി മേടിച്ചാട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ആപ്പിളിൻ്റെ ഷേപ്പ് എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു വൈറ്റ് സ്റ്റോണാണ് വന്നേക്കണേ. ഇത് കണ്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കിത് തന്നെയായിട്ട് ഈ വൈറ്റ് സ്റ്റോൺ മാത്രം ഇഷ്ടമായി, സ്റ്റഡ് മാത്രം ഇഷ്ടമെങ്കിൽ ഇത് തന്നെ സിമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. കേട്ടോ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് സ്റ്റോൺ മാത്രം അത് മതി, ഒരു കുഞ്ഞ് സ്റ്റഡ് മാത്രമാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നമുക്കിത് പോസിബിൾ. ഇതുണ്ടോ, രണ്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റാവുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിരിക്കാണ്ടാവും എനിക്കിങ്ങനെ വർത്താനം പറയാൻ വേണ്ടല്ലോ, ഇങ്ങനെ കേൾപ്പിക്കലുണ്ട് കേട്ടോ. എനിക്കൊന്നും തോന്നരുത്, അരോചകമായിട്ട് തോന്നും, എന്നാലും ഒന്ന് ക്ഷമിക്കും. ഇനി അടുത്തതുണ്ടല്ലോ, ഇതുണ്ടോ, ഓ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതുണ്ടോ, ഇതിനെന്ത് കളറാണ് പറയുന്നില്ല, ഇതിനെന്ത് കളറാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്കിത് മനസ്സിലാവുന്നില്ല ഇതെന്ത് കളറാണ്. ഗ്രീനും അല്ല എന്നാൽ ബ്ലൂ അല്ല, നല്ല ഭംഗി. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൈറ്റ് വരുന്നുണ്ട്. ഇതിനൊരു മാലയുണ്ട്, നല്ല ഭംഗിയുള്ള മാല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാല മാല വെച്ചിട്ട് എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് സിമ്പിളാണ് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും. നല്ല വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ഇത് പിങ്ക് കളറ്, പിങ്കൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ല ഇതിൻ്റെ കളർ എന്നാണെന്ന് സത്യത്തിൽ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ എന്ത് പറയണേ എനിക്കറിയത്തില്ല, നല്ല കളറ്. അടുത്തത് വരുന്നത് ഇത് കണ്ടോ, ഒരു ഡാൻസുകാരി കാണാമോ? ഡാൻസുകാരിയാന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇത് നല്ല ഭംഗിയാട്ടോ ഡാൻസ് കളിക്കുന്നത്. ഒരു
പെൺകുട്ടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ സെറ്റ് സാരിക്ക് അതുപോലെ ഇങ്ങനെ എന്നാ പറയണേ, ഈ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പെൺപിള്ളേരിങ്ങനെ പിന്നെ ചുരിദാറൊക്കെ എടുത്തില്ലേ, സെറ്റിൻ്റെ ചുരിദാറ് ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. അവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വെസ്റ്റേൺ ഡ്രസ്സിനൊന്നും അത്രയൊക്കെ പോരാ ഈ കമ്മൽ, പക്ഷേ ഇത് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ സാരി, സെറ്റ് സാരിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത്. അതുപോലെ തന്നെ ഫങ്ഷൻസിന് ഒരു സിൽവർ സാരി, അതൊരു ബ്ലാക്ക് സാരി, അതിനൊക്കെ നന്നായിട്ട് ചേരണ ഒരു കളറാണ്. നല്ല ഭംഗിയാണ്. ഇതുണ്ട്, അടുത്തത് കണ്ടോ, ഇതുണ്ട് വൈറ്റ് സ്റ്റോണാണ്. വൈറ്റ് ഇത് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു വർക്കാട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതുണ്ടോ, കാണാമോ നിങ്ങൾക്ക്? നല്ല ഭംഗിയുണ്ട് ഇതാണ്. ഇതാണെങ്കിൽ എൻ്റെ കാതിങ്ങനെ ഒത്തിരി കട്ടിയില്ലാത്ത കാതുകൊണ്ട് ഇതിങ്ങനെ തൂങ്ങി കിടക്കും. എൻ്റെ കാതിന് ചേരത്തില്ല അതെങ്കിലും. ഇതുണ്ടോ, ഇങ്ങനെ തൂങ്ങിപ്പോയി, കാരണം നല്ല കട്ടിയുണ്ട് ഇതിന്. അതുകൊണ്ട് കേട്ടോ, നല്ലൊരു കളറ്, നല്ല ഗ്രീൻ കളറ്, കട്ട ഗ്രീൻ എന്ന് പറയും ഇതിന് മുമ്പ്. ഭയങ്കര ഗ്രീൻ, അങ്ങനത്തെ ഒരു ഗ്രീനും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാട്ടോ. നല്ല രസമുണ്ട് ഈ കമ്മൽ കാണാൻ. ജിമിക്ക ഇതുണ്ടോ, എൻ്റെ സ്റ്റഡിൻ്റെ ഭാഗം വരുന്നത് സ്റ്റോണും, അത് കഴിഞ്ഞിട്ട് വരുന്നത് സാധാ രീതിയിൽ, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ജിമിക്കായിട്ടോ. നല്ല രസമുണ്ട്. ഇതാണ് ഈ ധാവണിക്ക് ചേരും, അതുപോലെ ചുരിദാറിന് ചേരും. പച്ച ചുരിദാർ, അതുപോലെ എന്നാ ബ്ലാക്ക് ചുരിദാർ, പിന്നെ അതുപോലെ തന്നെ ധാവണിക്ക്, അതുപോലെ സെറ്റ് സാരി, അതിനൊക്കെ നന്നായിട്ട് ചേരണ ഒരു കളറായിട്ട്. ഈ പച്ച നല്ല രസമല്ലേ കാണാൻ. ഇതുണ്ടോ ഒരു റിങ്, നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ചേരുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ഇതാണ് കേട്ടോ. അത് ഭയങ്കര വലുതാണ്, പക്ഷേ എൻ്റെ ഫേസിന് ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നന്നായിട്ട് നല്ല വിടർന്ന ഫേസ് ഉള്ളവർക്ക്, നല്ല റൗണ്ട് ഫേസ് ഉള്ളവർക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഇതാണ്. എൻ്റെ ഫേസിൽ അത്രത്തോളം നല്ലതാണെന്ന് തോന്നുന്നില്ല. ഒരു ലൈറ്റ് ഗ്രീനാട്ടോ വരുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ, പക്ഷേ എൻ്റെ കാതിന് ചേരത്തില്ല. ഇതുണ്ടോ, ഇതുപോലെ തൂങ്ങിക്കിടക്കും, കാരണം കട്ടിയില്ല. അല്ല, കട്ടിയുള്ളവർക്ക് മാത്രം ഉള്ള ഒരു കമ്മല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കാം അറിയാവുന്നവർക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഇതിന് ഗ്രീൻ ഡ്രസ്സ് തന്നെ വേണം, എന്നാലും ഒരു നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇതുണ്ടോ, എൻ്റെ കാതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, ഇങ്ങനെ കാണിക്കേണ്ടത് നല്ല ഭംഗിയാണ് അല്ലേ. അടുത്തതായിട്ട് വരുന്നത് കേട്ടോ, നല്ല രസം, നല്ല വൈറ്റ് മുത്ത് വന്നിട്ട് ഒരു ഇതുണ്ടോ, ഗ്രേ കളർ, എന്തുവാ ഇതുണ്ടോ, ഗ്രേ കളർ സ്റ്റോണാണ് ഉള്ളിൽ തന്നെ. അതൊരു റൗണ്ട് ഒരു ഗോൾഡൻ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുത്തിങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കുഴപ്പമില്ല എൻ്റെ കാതിന്. അടുത്ത് വരുന്നത് ഒരു ഫ്ലവർ ഷേപ്പാണ്. ഫ്ലവർ ഷേപ്പ് ഇത് പക്ഷെ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആക്കാൻ, സ്റ്റഡും ഇത് സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, മറ്റേ ആപ്പിളിൻ്റെ ഷേപ്പുള്ള കമ്മൽ പോലെ നമുക്ക് തോന്നും, പക്ഷെ ഇതങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതുണ്ടോ, അടുത്തത് ഇതാട്ടോ, റെഡ് ഫ്ലവർ, അതായത് റോസാപ്പൂവിൻ്റെ റോസപ്പൂവിൻ്റെ ഷേപ്പുള്ള ഇത്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നേക്കണം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ഒരു മുത്ത്. ഇത് പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് സ്റ്റഡ് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇത് കണ്ടോ, അതുപോലത്തെ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റാവുന്ന ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട് ഇതാണ്. ഇത് വെസ്റ്റേൺ ഡ്രസ്സിനും കൊള്ളാം, ട്രഡീഷണൽ ആയിട്ടുള്ളവർക്ക് ഇടുന്നവർക്ക് അതിനും കൊള്ളാം. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് വരുന്നുണ്ടല്ലോ, ഇതുണ്ടോ, ബ്ലാക്ക് കളർ, ഇങ്ങനെ മുത്ത് വെച്ചിട്ട് ഇങ്ങനെ, പക്ഷെ തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, കൊള്ളാം. ഇനി ഇതിനൊരു മാലയും കൂടെ വരുന്നുണ്ട് കേട്ടോ. വാവ്, സൂപ്പർ. ഇതുണ്ടോ, മാല എന്ന് പറയുമ്പോൾ മാലയും കൂടെ ഇടുമ്പോഴാണ്, ഇതുണ്ടോ കമ്മൽ തന്നെ ഇടുമ്പോൾ ഒരു ഭംഗിയില്ല, പക്ഷെ മാലയും കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നോക്കി, നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ ഉണ്ടല്ലോ, ബ്ലാക്ക് കസവുള്ള ഒരു സെറ്റ് സാരിക്കൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ്. എന്നാ പറഞ്ഞേ, നല്ല ഭംഗിയുണ്ടാവും ഇത് ഇട്ട് കഴിഞ്ഞാൽ. സിമ്പിൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കമ്മൽ തന്നെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കൊള്ളത്തില്ലാന്ന്, പക്ഷെ മാലകൾ ഇട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് അല്ലേ. ഹലോ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നിട്ട്
ഇതെൻ്റെ സെലക്ഷനൊന്നും അല്ല കേട്ടോ, ഹസ്ബൻഡിൻ്റെ സെലക്ഷനാണ്, പുള്ളിക്കാരൻ്റെ ഒരു ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണാം. ഷോർട്ട് വീഡിയോ മിക്ക ദിവസവും കാണും, കാരണം എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ, ഒട്ടും ക്ഷമയില്ലാത്ത കൂട്ടത്തിൽ തന്നെ. അതുകൊണ്ട് അടുത്തവരേക്കും ബൈ ബൈ.